നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടെസ്റ്റ് ബേസ്ഡ് ഓൺ എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റുകൾ എങ്ങനെയാണ് MS Excelൽ ചെയ്യുന്നതാണ്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ് വേരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ H0 രണ്ട് പോപ്പുലേഷന്റെ വേരിയൻസ് ഈക്വൽ ആണോ എന്നുള്ള ടെസ്റ്റാണ്. വേരിയൻസ് അല്ലെങ്കിൽ കറസ്പോണ്ടിംഗ്ലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ആണോ എന്ന ടെസ്റ്റും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ σ1 സ്ക്വയർ ഈക്വൽ ടു σ2 സ്ക്വയർ എന്നുള്ളതായിരിക്കും നമ്മുടെ H0. അപ്പോൾ H1 മൂന്ന് രീതിയിൽ വരും. ഒന്നുകിൽ σ1 സ്ക്വയർ ലെസ് ദാൻ σ2 സ്ക്വയർ, അല്ലെങ്കിൽ σ1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ σ2 സ്ക്വയർ, അല്ലെങ്കിൽ σ1 സ്ക്വയർ നോട്ട് ഈക്വൽ ടു σ2 സ്ക്വയർ. ഈ മൂന്ന് ടെസ്റ്റിന്റെയും ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നിനും ക്രിട്ടിക്കൽ റീജിയൻ മൂന്ന് ഡിഫറൻ്റ് ആണ്. σ1 സ്ക്വയർ ലെസ് ദാൻ σ2 സ്ക്വയർ എന്നുള്ള H1ന് കറസ്പോണ്ടിംഗ്ലി ക്രിട്ടിക്കൽ റീജിയൻ F ലെസ് ദാൻ F ആൽഫ ആണ്. അതായത് കാൽക്കുലേറ്റഡ് F ടേബിൾഡ് വാല്യൂ ആയ F ആൽഫയേക്കാൾ ചെറുതാവുമ്പോഴാണ് H0 റിജക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ H1ന് ക്രിട്ടിക്കൽ റീജിയൻ F ഗ്രേറ്റർ ദാൻ F ആൽഫ എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇതിന്റെ ക്രിട്ടിക്കൽ റീജിയൻ രണ്ടെണ്ണമാണ്. ഒന്നുകിൽ F ലെസ് ദാൻ F ആൽഫ ബൈ 2, അല്ലെങ്കിൽ F ഗ്രേറ്റർ ദാൻ F1 മൈനസ് ആൽഫ ബൈ 2. ഇതിലേത് വന്നാലും നമുക്ക് H0 റിജക്ട് ചെയ്യാവുന്നതാണ്. ഇതിലെ ഈ F വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൂന്നിനും ഒരേ രീതിയിലാണ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. N1 ഇൻറ്റു N2 മൈനസ് 1 ഇൻറ്റു S1 സ്ക്വയർ ഡിവൈഡഡ് ബൈ N2 ഇൻറ്റു N1 മൈനസ് 1 ഇൻറ്റു S2 സ്ക്വയർ. F ആൽഫ വാല്യൂ അല്ലെങ്കിൽ F ആൽഫ ബൈ 2 വാല്യൂ അല്ലെങ്കിൽ F1 മൈനസ് ആൽഫ ബൈ 2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. F ആൽഫ ബൈ 2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ F ഇൻവേഴ്സ് സിഗ്നിഫിക്കൻസ് ലെവലിന്റെ പോർഷനിൽ ആൽഫ ബൈ 2 എന്ന് കൊടുക്കുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N1 N2 എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2, കോമ 2 കൊടുക്കുക. F1 മൈനസ് ആൽഫ ബൈ 2 കണ്ടുപിടിക്കാൻ F ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ തന്നെയാണ്. അവിടെ സിഗ്നിഫിക്കൻസ് ലെവൽ കൊടുക്കേണ്ടത് 1 മൈനസ് ആൽഫ ബൈ 2 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1ഉം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2ഉം കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെയാണ് F വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ F ആൽഫ വാല്യൂന് കാൽക്കുലേറ്റ് ചെയ്യാൻ F ഇൻവേഴ്സ് തീർച്ചയായും ആൽഫ ആയിരിക്കും കൊടുക്കേണ്ടത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2. അപ്പൊ ഈ മൂന്ന് രീതിയിൽ F ആൽഫ ബൈ 2, F1 മൈനസ് ആൽഫ ബൈ 2 കാൽക്കുലേറ്റ് ചെയ്യുക. F വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മൂന്നിനും ഒരേ രീതിയിലാണ്. പിന്നീട് കമ്പാരിസൺ മാത്രമാണ് വേണ്ടത്. ഡേറ്റ അറേ ഫോമിലാണ് തരുന്നതെങ്കിൽ നമ്മൾ ഈ രീതിയിലല്ല ചെയ്യുന്നത്. എഫ് ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ നേരിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ എഫ് ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അറേ 1, അറേ 2 അത് രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ അടിക്കുക, അല്ലെങ്കിൽ എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് എഫ് ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് പി വാല്യൂ ആണ്. പി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഡിസിഷൻ എഴുതേണ്ടത്. പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ H0 അക്സെപ്റ്റ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 2 റാൻഡം സാമ്പിൾസ് ഡ്രോൺ ഫ്രം 2 നോർമൽ പോപ്പുലേഷൻസ് ആർ. ഡേറ്റ തന്നിട്ടുണ്ട്. സാമ്പിൾ 1, സാമ്പിൾ 2. ടെസ്റ്റ് വെദർ ദ വേരിയൻസസ് ആർ ഈക്വൽ ഫോർ ബോത്ത് ദ പോപ്പുലേഷൻ. രണ്ട് പോപ്പുലേഷൻ്റെയും വേരിയൻസസ് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ H0 σ1 സ്ക്വയർ ഈക്വൽ ടു σ2 സ്ക്വയർ ആണ്. അതാണ് ചെക്ക് ചെയ്യേണ്ടത്. H1 σ1 സ്ക്വയർ നോട്ട് ഈക്വൽ ടു σ2 സ്ക്വയർ. അപ്പോൾ ഡേറ്റ അറേ ഫോമിലാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എഫ് ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ നേരിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഡേറ്റ എക്സലിലേക്ക് എൻ്റർ ചെയ്തതാണ്. നമുക്ക് N1ൻ്റെയും N2ൻ്റെയും വാല്യൂ വേണം. ഇവിടെ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതിൻ്റെ നമ്പർ അതിന് നമ്മൾ കൗണ്ട് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്.
10 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഡേറ്റ അറയിലാണ് തന്നിരിക്കുന്നുള്ളത് കൊണ്ട് എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എഫ് ടെസ്റ്റ് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ടെസ്റ്റ് ചോദിക്കുമ്പോൾ അറേ 1ഉം അറേ 2ഉം മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഫിന്റെ വാല്യൂ 0.22, അതായത് പി വാല്യൂ ആണ് നമുക്ക് 0.22 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പി വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത് 0.22. അപ്പോൾ ആൽഫ വാല്യൂ 0.05 ആണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കുന്നു. ആൽഫ 0.05 ആണ്. നമ്മുടെ പി വാല്യൂ ഇവിടെ ഗ്രേറ്റർ ദാൻ ആൽഫ ആണ്. പി ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ H0 അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് രണ്ട് പോപ്പുലേഷൻസിന്റെയും വേരിയൻസ് ഈക്വൽ ആണ്. Variances of the two populations are equal. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സാമ്പിൾസ് ഓഫ് സൈസസ് 10 and 18 were taken from two normal populations and S1 was 14 and S2 was 20. Test whether the samples have come from populations with same standard deviation. Standard deviation equal, രണ്ട് പോപ്പുലേഷൻസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ആണോ എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ N1 വാല്യൂ 10, N2 18, S1 14, S2 20. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ 2 എഗെയിൻസ്റ്റ് സിഗ്മ 1. H1 എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് S2 ആണ് വലുത് എന്നുള്ളത് കൊണ്ട് സിഗ്മ 1 ലെസ് ദാൻ സിഗ്മ 2 എന്ന് എടുക്കുന്നു. ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട H1ഉം H0ഉം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ആണ്. എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ N1 S1 സ്ക്വയർ ബൈ N1 മൈനസ് 1ഉം N2 S2 സ്ക്വയർ ബൈ N2 മൈനസ് 1ഉം സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ ഗ്രേറ്റർ 1 ന്യൂമറേറ്ററിൽ എടുത്തുകൊണ്ട് എഫ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയും ഡേറ്റ എക്സലിലേക്ക് എൻ്റർ ചെയ്യും. നമ്മൾ എക്സലിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്തു. ഒന്നാമതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N1 S1 സ്ക്വയർ ബൈ N1 മൈനസ് 1. അപ്പോൾ N1 സ്റ്റാർ S1 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 മൈനസ് 1, അതായത് 9. അതുപോലെ N2 S2 സ്ക്വയർ ബൈ N2 മൈനസ് 1. അപ്പോൾ ഇതിലെ ഗ്രേറ്റർ N2 S2 സ്ക്വയർ ബൈ N2 മൈനസ് 1 ആണ്. അതുകൊണ്ട് നമ്മൾ എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് വേണം ന്യൂമറേറ്ററിൽ എടുക്കാൻ. അപ്പോൾ എഫ് വാല്യൂ ഡിവൈഡഡ് ബൈ 218, 1.94 ആണ് നമുക്ക് എഫ് വാല്യൂ കിട്ടിയത്. ഇനി നമുക്ക് എഫ് ആൽഫ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ H1 സിഗ്മ 1 ലെസ് ദാൻ സിഗ്മ 2 ആയതുകൊണ്ട് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ എഫ് ലെസ് ദാൻ എഫ് ആൽഫ എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ എഫ് ആൽഫ വാല്യൂ എഫ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി നമ്മളുടെ ഈ കേസിൽ കൊടുക്കേണ്ടത് ആൽഫ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 0.05, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1. അപ്പോൾ ന്യൂമറേറ്ററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ന്യൂമറേറ്ററിൽ നമ്മൾ എടുത്തത് 424 ആണ്. S2 സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അതായത് N2 മൈനസ് 1 വേണം നമ്മൾ ആദ്യം കൊടുക്കാൻ. അപ്പോൾ 17, 9 കൊടുക്കേണ്ടത്.
അപ്പോൾ നമ്മുടെ എഫ് ആൽഫ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. 1.94ഉം 2.97ഉം. നമ്മുടെ എഫ് ആൽഫ വാല്യൂ ആയിരുന്നു, ഇത് എഫ് വാല്യൂ ആയിരുന്നു. ഇനി നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ എഫ് ലെസ് ദാൻ എഫ് ആൽഫ ആണെങ്കിലാണ് റിജക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എഫ് ഇവിടെ എഫ് ആൽഫയെക്കാളും ചെറുതാണ് അല്ലെങ്കിൽ സ്മോളർ ആണ്. അതുകൊണ്ട് നമുക്ക് എച്ച് നോട്ട് റിജക്ട് ചെയ്യാം. എച്ച് നോട്ട് ഈസ് ടു ബി റിജക്റ്റഡ്. എച്ച് നോട്ട് റിജക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ അല്ല എന്ന് ഡിസിഷൻ എടുക്കേണ്ടി വരും. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, സാമ്പിൾ ഇൻഫർമേഷൻ അനുസരിച്ച് രണ്ട് പോപ്പുലേഷൻസിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ അല്ല. അങ്ങനെയാണ് കൺക്ലൂഷൻ എഴുതേണ്ടത്.